നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുമുള്ള 2025 വർഷത്തെ ആദ്യത്തെ ആനുകൂല്യവും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി പെൻഷൻ പട്ടിക നവീകരിക്കുകയും ക്രമക്കേട് കാട്ടി പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനുള്ള വ്യാപക പരിശോധന ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചു. ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിലേക്കായി 850 കോടി രൂപ അനുവദിക്കുമെന്നുള്ള ധനവകുപ്പിന്റെ അറിയിപ്പിന് പിന്നാലെയാണ് കർശന പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. 2025-26 സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി മാസം 7-ന് അവതരിപ്പിക്കാനിരിക്കെ ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരണത്തിന് മുൻപ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഗഡുവും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാമത്തെ ഗഡുവും നൽകാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 4 മാസത്തിൽ കുടിശ്ശികയായിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനിൽ ഒരു ഗഡു കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. 2025 ജനുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ തനത് പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി നൽകാനാണ് നീക്കം. പെൻഷൻ പട്ടിക പുനഃക്രമീകരിക്കാതെ വിതരണം നടത്തിയാൽ വീണ്ടും അനർഹർ പെൻഷൻ തുക കൈപ്പറ്റുമെന്നുള്ള വാദം നിലനിൽക്കെ പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വിതരണത്തിനായുള്ള സ്പാർക്ക് പോലുള്ള സോഫ്റ്റ്വെയറിലെയും ആധാർ നമ്പറുകൾ ഒരുപോലെ വന്നതിനെ തുടർന്ന് തട്ടിപ്പുകൾ നിരവധി പുറത്തുവന്നിരുന്നു. 31 ഉദ്യോഗസ്ഥരാണ് അനർഹമായി തുക കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ പെൻഷൻ ലിസ്റ്റ് പുനഃക്രമീകരിക്കുന്നതിനായി അനർഹരെ കണ്ടെത്തുന്നതിനായി ധനവകുപ്പ് സമഗ്ര പരിശോധന നടത്തുന്നതിനായി ഇൻഫർമേഷൻ കേരള മിഷൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. വാർഡ് തല പരിശോധനകൾ ഇന്നു മുതൽ ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ മറ്റൊരറിയിപ്പ്, കർഷക തൊഴിലാളികളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കൾക്കാണ് അർഹത. കുട്ടികൾ കേരളത്തിനകത്തുള്ള സർക്കാർ കോളേജുകളിൽ പഠിച്ചവരായിരിക്കണം. 2024 വർഷത്തെ ഡിഗ്രി, PG, പ്രൊഫഷണൽ ഡിഗ്രി, പ്രൊഫഷണൽ PG, TTC, ITI, പോളിടെക്നിക്, ജനറൽ നഴ്സിംഗ്, B.Ed, മെഡിക്കൽ ഡിപ്ലോമ തുടങ്ങിയ അവസാന വർഷ പരീക്ഷകളിൽ നിശ്ചിത ശതമാനത്തിൽ കുറയാത്ത മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാരിൽ നിന്ന് നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ ജില്ലാ ഓഫീസുകളിൽ ജനുവരി 31-ന് വൈകുന്നേരം 5 വരെ സ്വീകരിക്കും. അപേക്ഷകൾ യൂണിയൻ പ്രതിനിധികൾ മുഖേന സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെയും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, അംഗത്തിന്റെ ക്ഷേമനിധി പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെയും അംശാദായ അടവിന്റെയും പകർപ്പ്, അംഗത്തിന്റെ ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, കർഷക തൊഴിലാളിയാണെന്ന് തെളിയിക്കുന്ന യൂണിയന്റെ സാക്ഷ്യപത്രം. അപേക്ഷയിലോ രജിസ്ട്രേഷൻ രേഖയിലോ പേര്, വിലാസം എന്നിവയിൽ വ്യത്യാസമുണ്ടെങ്കിൽ 1 and same സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം. പരീക്ഷാ തീയതിക്ക് തൊട്ടു മുൻപുള്ള മാസത്തിൽ അംഗം 12 മാസത്തെ അംഗത്വം പൂർത്തീകരിച്ചിരിക്കണം. കുടിശ്ശികയുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ല. കേരളത്തിനകത്തെ സർവകലാശാലകളിൽ റെഗുലർ കോഴ്സിൽ പഠിച്ചവരായിരിക്കണം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.